രാത്രിയിൽ ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് ഗൃഹനാഥനെ വർഗീയവാദികൾ തല്ലിക്കൊന്ന സംഭവത്തെ ന്യായീകരിച്ച് RSS മുഖപത്രം. പശുവിനെ കൊല്ലുന്ന പാപികളെ വധിക്കാൻ വേദങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗത്തിൽ RSS വ്യക്തമാക്കി. മദ്രസകളും സ്ത്രീ നേതാക്കളും ഇന്ത്യയുടെ പാരമ്പര്യത്തെ വെറുക്കാൻ പഠിപ്പിക്കുകയാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. ലേഖനം വിവാദമായതോടെ മുഖപ്രസംഗത്തിലേത് RSSന്റെ അഭിപ്രായം അല്ലെന്നും ലേഖകന്റെ സ്വന്തം അഭിപ്രായമാണെന്നുമുള്ള ന്യായവുമായി നേതൃത്വവും രംഗത്തെത്തി. അതേസമയം പശുവിനെ കൊന്നെന്നാരോപിച്ച് കശ്മീരിൽ ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവും കൊല്ലപ്പെട്ടു. ദാദ്രി കൊലപാതകത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നതിനിടയിലാണ് കൊലപാതകത്തെ ന്യായീകരിച്ച് RSS രംഗത്തെത്തിയത്. പശുവിനെ കൊല്ലുന്ന പാപികളെ വധിക്കണമെന്ന് വേദങ്ങൾ പറയുന്നു. രാജ്യത്തെ 80% ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള തെറ്റാണ് മുഹമ്മദ് അഖ്ലഖ് ചെയ്തത്. അത്തരം തെറ്റ് ചെയ്തതിനാലാണ് മുഹമ്മദ് അഖ്ലഖ് കൊല്ലപ്പെട്ടതെന്നും പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു. മദ്രസകളും മുസ്ലിം നേതാക്കളും ഇന്ത്യയുടെ സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതിനാൽ ഇന്ത്യയെ വെറുക്കുന്നവരാണ് മദ്രസകളിലൂടെ വളർന്നു വരുന്നതെന്നും RSS മുഖപത്രത്തിൽ പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മാത്രം എഴുത്തുകാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. എന്നാൽ RSS മുഖപത്രത്തിലെ ലേഖനം രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചതോടെ മുഖപ്രസംഗം ലേഖകന്റെ മാത്രം അഭിപ്രായമാണെന്ന വിശദീകരണമാണ് RSS നൽകിയത്. അതേസമയം പശുവിനെ കൊല്ലുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് BJP MP സാക്ഷി മഹാരാജ് വാദമുന്നയിച്ചു. ഇതിനിടെ ദാദ്രി സംഭവത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയ സംഗീത് സോം, മഹേഷ് ശർമ്മ, മനോഹർലാൽ ഖട്ടർ എന്നിവരെ അധ്യക്ഷൻ അമിത് ഷാ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കാൻ നേതാക്കളാരും തയ്യാറായില്ല. അതേസമയം പശുവിനെ കൊന്നെന്നാരോപിച്ച് ജമ്മു കാശ്മീരിൽ ഹിന്ദുത്വവാദികൾ തല്ലിച്ചതച്ച് ചികിത്സയിലായിരുന്ന ഷാഹിദ് റസൂർ ഭട്ട് എന്ന 16 വയസ്സുകാരനായ യുവാവ് മരണപ്പെട്ടു. ഷാഹിദിന്റെ മരണത്തിന് പിന്നാലെ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാരുടെ നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ ജമ്മു കാശ്മീരിൽ ബന്ദ് ആചരിക്കാൻ വിഘടനവാദി നേതാവ് യാസിൻ മാലിക് ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാൻകാരനെന്നാരോപിച്ച് മലയാളി യുവാവിനെ മുംബൈയിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശി ആസിഫ് ബഷീറിനാണ് മർദ്ദനമേറ്റത്. വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ട് ബാന്ദ്രയിൽ ബന്ധുവീട്ടിൽ കഴിയുകയായിരുന്നു ആസിഫ്. സംഭവത്തിൽ പ്രധാനമന്ത്രിക്കടക്കം പരാതി നൽകുമെന്ന് ആസിഫ് ബഷീറിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കി. രാത്രി 2 മണിക്ക് ബന്ധുവിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോയി മടങ്ങും വഴിയായിരുന്നു സംഭവം. ബാന്ദ്രയിലൂടെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ പെഡർ റോഡിൽ സൽമാൻ ഖാന്റെ വസതിക്ക് മുന്നിൽ മദ്യപിച്ച് അടികൂടുകയായിരുന്ന 2 പേർ ആസിഫിന്റെ ബൈക്കിന് മുന്നിലേക്ക് വന്നു വീണു. ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുമ്പോൾ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. എന്നാൽ മദ്യപിച്ചവർക്ക് പകരം ആസിഫിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വീട്ടുകാരെ ഉൾപ്പെടെ അസഭ്യം പറഞ്ഞു. തുടർന്ന് പാകിസ്ഥാൻ മുസ്ലിം എന്നാരോപിച്ച് തല്ലിച്ചതയ്ക്കുകയായിരുന്നു. തല കീഴായി കെട്ടിയിട്ടായിരുന്നു മർദ്ദിച്ചത്. സ്റ്റേഷനിലുണ്ടായിരുന്ന സീനിയർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ആസിഫിനെ മർദ്ദിച്ചു. മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ആസിഫിനെ ആശുപത്രിയിൽ എത്തിക്കാനോ കേസെടുക്കാനോ ബാന്ദ്ര പോലീസ് തയ്യാറായില്ല. സംഭവ സമയത്ത് പോലീസുകാർ മദ്യപിച്ചിരുന്നു. രാവിലെ 10 മണിയോടെയാണ് ആസിഫിനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചത്. സംഭവം പ്രശ്നമാകുമെന്നറിഞ്ഞതോടെ ഒത്തുതീർപ്പിന് ശ്രമിച്ച പോലീസ് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായതായും ആസിഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുംബൈ. RSSന് ഹിറ്റ്ലറുടെ കാഴ്ചപ്പാടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ശ്രീനാരായണ ധർമ്മത്തിന് RSSുമായി പൊരുത്തപ്പെടാൻ സാധിക്കില്ല. വെള്ളാപ്പള്ളിയുടേത് സാമ്പത്തിക താൽപര്യമെന്നും സ്ഥാനമോഹമെന്നും പിണറായി പറഞ്ഞു. കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റി LDF റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവിടെ ഒരു മതേ പാടുള്ളൂ, മറ്റു മതങ്ങളൊന്നും പാടില്ല, മറ്റു മതക്കാരെ കൊന്നൊടുക്കണം. ഹിറ്റ്ലറുടെ അതേ കാഴ്ചപ്പാടാണ്. ശ്രീനാരായണ ധർമ്മമായിട്ട് അതിന് പൊരുത്തപ്പെടാൻ കഴിയില്ല. ആ നാരായണ ഗുരുവിന്റെ ദർശനം അംഗീകരിക്കുന്നവർക്ക് എങ്ങനെ RSSന്റെ കൂടാരത്തിലേക്ക് പോകാൻ കഴിയും? വെള്ളാപ്പള്ളി നടേശന് സാമ്പത്തിക താല്പര്യമുണ്ട്, സ്ഥാനമോഹങ്ങളുണ്ട്. ആ കാര്യത്തിൽ RSSുമായി കരാറൊത്തിട്ടുണ്ടാവും. അദ്ദേഹം നല്ലൊരു കരാറുകാരൻ കൂടിയാണ്. ആ കരാറിന്റെ ഭാഗമായി അദ്ദേഹത്തിന് നേട്ടങ്ങളുണ്ടാവും. പക്ഷെ പാവങ്ങൾക്ക് അതിന്റെ കൂടെ നിൽക്കാൻ കഴിയുമോ? തന്റെ അഭിമുഖമെന്ന പേരിൽ ഒരു വാരികയിൽ വന്നത് കള്ളമെന്ന് VS അച്യുതാനന്ദൻ. അഭിമുഖത്തിന്റെ പേരിൽ അവാസ്തവം പ്രചരിപ്പിക്കുന്നു. CPMനെ കരിവാരിത്തേക്കാനും തന്നെ അപമാനിക്കാനും ചിലർ ശ്രമിക്കുന്നതായും VS. പാർട്ടിയുമായി തനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായും VS ആരോപിച്ചു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പരാമർശം വിവാദമായി. പരാമർശം സ്ത്രീവിരുദ്ധമാണെന്ന് ആരോപിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളും വനിതാ സംഘടനകളും രംഗത്ത് വന്നു.
യൂത്ത് കോൺഗ്രസുകാരുടെ ഉടുപ്പഴിക്കൽ സമരം മാതൃകാപരമെന്നും ഈ സമരം രഹസ്യമായി നടത്തിയ വനിതകൾക്കെല്ലാം കോൺഗ്രസിൽ പണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന ഫേസ്ബുക്ക് പരാമർശമാണ് വിവാദമായത്. വനിതാ സംഘടനകൾ പ്രതിഷേധ പരാമർശവുമായി രംഗത്തെത്തിയെങ്കിലും താൻ സ്ത്രീവിരോധിയല്ലെന്നും നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ നിരവധി കാര്യങ്ങൾ പുറത്തുവരുമെന്നും ചെറിയാൻ ഫിലിപ്പ് തുടർ പോസ്റ്റിട്ടു. എന്നാൽ പ്രസ്താവനയ്ക്കെതിരെ സുധീരനും VS-ഉം രംഗത്തെത്തി. അതൊരു സംസ്കാരശൂന്യമായ പ്രതിപാദനമാണ്. എന്നാൽ സ്ത്രീകൾ തുണിയുരിഞ്ഞ് പ്രകടനം നടത്തേണ്ടതായിരുന്നു എന്ന പരാമർശനം സംസ്കാരമുള്ള ആർക്കും ചേർന്നതല്ല. ചെറിയാൻ ഫിലിപ്പ് സ്ത്രീവിരോധിയെന്ന് താൻ കരുതുന്നില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ എല്ലാ ഉടൻ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഒരു സ്ത്രീ വിരോധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരായി മത്സരിക്കുന്ന കോൺഗ്രസുകാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ DCC പ്രസിഡന്റുമാർക്ക് KPCC അധ്യക്ഷൻ VM സുധീരന്റെ നിർദ്ദേശം. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ച് മത്സരരംഗത്ത് നിന്നും ഉടൻ പിന്മാറുന്നവരെ അച്ചടക്ക നടപടിയിൽ നിന്നും ഒഴിവാക്കാനും സുധീരൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് വിമതർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കവെയാണ് സുധീരന്റെ നടപടി. പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ KPCCയുടെ അച്ചടക്ക നടപടി. K. രാഗേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി KPCC ഓഫീസിലെത്തി പ്രതിഷേധിച്ചതിനാണ് നടപടി. അതേസമയം തിരുവനന്തപുരം നഗരത്തിൽ DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയ്ക്കെതിരെ വ്യാപക പോസ്റ്റർ പ്രചരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രമക്കേട് കാട്ടിയെന്നാരോപിച്ചാണ് പ്രതിഷേധം. KPCC അധ്യക്ഷന്റെയും രമേശ് ചെന്നിത്തലയുടെയും അന്ത്യശാസനം തള്ളി കോഴിക്കോട് DCC. വിമത സ്ഥാനാർത്ഥി രമേശ് നമ്പ്യത്തിനെതിരെ ഉടൻ നടപടിയില്ലെന്ന് DCC അധ്യക്ഷൻ KC അബു വ്യക്തമാക്കി. വിമതനെ അന്വയിപ്പിക്കുമെന്നും KC അബു. CMPക്ക് നൽകിയ സീറ്റിലാണ് രമേശ് നമ്പ്യത്ത് വിമതനായി മത്സരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF CMPക്ക് നൽകിയ 50 നമ്പർ വാർഡിലാണ് A ഗ്രൂപ്പ് നേതാവ് രമേശ് നമ്പ്യത്ത് വിമതനായി മത്സരിക്കുന്നത്. പത്രിക പിൻവലിക്കണമെന്ന KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ് രമേശ് നമ്പ്യത്ത് മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. DCC അംഗമായ രമേശ് നമ്പ്യത്ത് ഉൾപ്പെടെയുള്ള വിമത സ്ഥാനാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും DCCയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രമേശ് നമ്പ്യത്തിനോട് മൃദു സമീപനവുമായി DCC പ്രസിഡന്റ് KC അബു രംഗത്തെത്തി. വിമതർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്നും അനുനയത്തിന്റെ പാതയാണ് സ്വീകരിക്കുന്നതെന്നും KC അബു പീപ്പിളിനോട് പറഞ്ഞു. രമേശ് നമ്പ്യത്തിൻ്റെ മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റ് ഘടകകക്ഷികളുമായി പങ്കുവച്ചപ്പോൾ CMPക്ക് അനുവദിക്കപ്പെട്ട സീറ്റാണ്. അപ്പം അവിടെ പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പിൻവലിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം നിശ്ചിത സമയത്ത് അദ്ദേഹം പിൻവലിച്ചില്ല. ഇനിയും ബന്ധപ്പെടും. കാരണം അയാൾക്ക് ഇനിയും അവസരമുണ്ട്. ഞങ്ങൾ ഒരാൾക്കെതിരെയും നടപടിയെടുത്തില്ല. ഇന്നലെ വരെ ആക്റ്റീവായി പാർട്ടിയിലുള്ള ആളുകളല്ല എല്ലാവരും. ആളുകളെ പുറത്താക്കാൻ വേണ്ടി പുറത്താക്കുകയല്ല ലക്ഷ്യം. A ഗ്രൂപ്പുകാരനായ വിമത സ്ഥാനാർത്ഥിയെ സംരക്ഷിക്കുന്ന DCC പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി I ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് നൽകിയ സീറ്റിൽ DCC അംഗം തന്നെ വിമതനായി മത്സരിക്കുന്നതിലെ അതൃപ്തി CMP നേതാക്കളും UDF നേതൃത്വത്തെ അറിയിച്ചു. PV കുട്ടൻ, കോഴിക്കോട്. സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത മുന്നണിയാണ് UDF എന്ന് പിണറായി വിജയൻ. ആന്തൂരിൽ മത്സരിക്കാൻ ആളില്ലാത്തതിന് CPM-നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മതനിരപേക്ഷ കക്ഷികൾ തിരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം അണിചേരുമെന്നും പിണറായി വ്യക്തമാക്കി. UDF-ൽ ഭിന്നത മാത്രമല്ല, UDF-നകത്തുള്ള പാർട്ടികളിലും വലിയ തോതിൽ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ UDF-ൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തത്തക്ക രീതിയിലുള്ള അന്തഛിദ്രങ്ങൾ അതിനകത്ത് വളർന്നു വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. നാടിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു മുന്നണിയാവുമ്പോൾ ആ മുന്നണിക്കകത്ത് സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാവും. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു മാനസിക അവസ്ഥയാണ്. അതിൻ്റെ ഭാഗമാണിതൊക്കെ. ആളില്ലാതെ തങ്ങൾക്ക് ആളില്ലാത്തിടത്ത് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് സ്വയം നന്നാവാൻ നോക്കുക എന്നല്ലാതെ വെറുതെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ചങ്ങനാശ്ശേരി നഗരസഭയിൽ BJP സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച NSS കരയോഗം കമ്മിറ്റി പിരിച്ചുവിട്ടു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രസിഡന്റായ വാഴപ്പള്ളി കിഴക്ക് കരയോഗം കമ്മിറ്റിയെയാണ് NSS നേതൃത്വം പിരിച്ചുവിട്ടത്. ഭരണം അഡ്ഹോക് കമ്മിറ്റിക്ക് കൈമാറി. 3-ാം വാർഡിൽ മത്സരിക്കുന്ന BJP സ്വതന്ത്രൻ അഡ്വക്കേറ്റ് G. മധുരാജിനു വേണ്ടി കരയോഗം ഭാരവാഹികൾ പ്രചരണത്തിനിറങ്ങിയതാണ് നടപടിക്ക് കാരണം. അതിലേക്ക് ശാശ്വതികാനന്ദയുടെ മരണം സംബന്ധിച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെ പുതിയ വെളിപ്പെടുത്തൽ. ശാശ്വതികാനന്ദ മുങ്ങി മരിച്ചത് 500ഓളം പേരുടെ സാന്നിധ്യത്തിലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. സ്വാമി കുളിക്കടവിൽ ഇറങ്ങുമ്പോൾ സോമൻ
സാബു എന്നിവർ ഒപ്പമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ വളരെ വ്യക്തമായി സമാധിയായി എന്ന് അറിയാവുന്നവരാണ് ഞങ്ങൾക്ക്. കാരണം പ്രസിഡന്റ് സോമൻ സാർ ഉണ്ടായിരുന്നു. അതുകൂടാതെ അന്നത്തെ ദിവസം അവിടെ നടന്നത് നമ്മുടെ സിവിൽ ധർമ്മസംഘ ട്രസ്റ്റിന്റെ ബോർഡ് നടക്കുകയാണ്. ആ സന്യാസിമാർ മുഴുവൻ. അതുകൂടാതെ അവിടെ ഒരു ബുക്ക് സ്റ്റോളിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 500ഓളം ആളുകൾ ആ കോമ്പൗണ്ടിൽ തന്നെ നമ്മുടെ അദ്ഭുതാശ്രമത്തിലെ കോമ്പൗണ്ടിൽ നിൽപ്പുണ്ട്. അവരൊക്കെ നിൽക്കുന്ന സമയത്താണ് സാബുജി വെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങുന്നത്. തൊട്ടടുത്ത് സാബുവും അതുപോലെ തന്നെ സുഭാഷ് നിൽപ്പുണ്ട്. അവരൊക്കെ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞ കാര്യം. അവർ സാബുജി വെള്ളത്തിലേക്ക് മുങ്ങുന്നതും സോപ്പ് കൊടുക്കുന്നതും കുളിക്കാൻ വേണ്ടി രണ്ടാമത്തെ സോപ്പ് വെച്ചിട്ട് ഇറങ്ങിയ സമയത്ത് സാബുജി മുങ്ങിപ്പോയിട്ട് പൊങ്ങുന്നില്ല. അങ്ങനെ വള്ളക്കാരിവിടെ വന്നിട്ടാണ് സാബുജിയെ വിളിച്ച് മറ്റേ കുഴയും ഒക്കെ ഇട്ടാണ് കുത്തി പൊക്കി എടുത്ത് നേരെ എടുത്തു വരുന്നത്. നല്ല ആഴവും നല്ല ഒഴിപ്പോട് സ്ഥലമാണത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. വെള്ളാപ്പള്ളി നടത്തിയ മൈക്രോ ഫിനാൻസ് ഇടപാടുകളെക്കുറിച്ചും കോളേജുകളിലെ കോഴയെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ പോകുമെന്നും VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VS. കേരളത്തിലെ SN കോളേജിലെ അധ്യാപകന്മാരെ ചേർത്തതിനെ സംബന്ധിച്ചും മൈക്രോ ഫിനാൻസിൽ നിന്ന് ദശലക്ഷക്കണക്കായ നമ്മുടെ സഹോദരിമാരെ അവർ കൊടുത്ത കാശ് കണക്കില്ലാതെ പറ്റിച്ചതിനെ കുറിച്ചും അക്കൗണ്ട് ജനറലിനോട് ഞാൻ കണക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലും വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിലും വരെ ഈ സഹോദരിമാർക്ക് വേണ്ടി കേസ് നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ശാശ്വതീകാനന്ദ കൊല്ലപ്പെടുമെന്ന് സന്തത സഹചാരി സാബുവിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് സ്വാമിയുടെ അടുപ്പക്കാരനായിരുന്ന വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. സ്വാമിയുടെ മോതിരം സാബുവിന് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സാബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ സത്യം പുറത്തുവരുമെന്നും തൊടുപുഴ സ്വദേശിയായ രാജു K. ദാമോദരൻ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ സ്വാമിമാരുടെ പണം കൈക്കലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. വർഷങ്ങളായി ശിവഗിരി മഠവുമായും ശാശ്വതികാനന്ദ സ്വാമിയുമായും ഏറെ അടുപ്പമുള്ളവരാണ് ലണ്ടൻ രാജു എന്ന രാജു K. ദാമോദരനും കുടുംബവും. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ സഹായിയായിരുന്ന സാബു അടക്കമുള്ളവർക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വാമി മുങ്ങിമരിക്കുമെന്ന് സാബുവിന് നേരത്തെ അറിയാമായിരുന്നുവെന്നതിന്റെ തെളിവുകളും ഇവർ നിരത്തുന്നുണ്ട്. ശാശ്വതാനന്ദ സ്വാമി മരിച്ച സമയത്ത് ഞങ്ങളവിടെ ഈ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് എത്തിയായിരുന്നു. ഞാനും ഫാമിലിയായിട്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഈ സാബുവിൻ്റെ കയ്യിൽ ഈ മോതിരം കണ്ടു. ഞങ്ങൾ ചോദിച്ചു, സാബു ഇത് ശാശ്വതാനന്ദ സ്വാമിയുടെ മോതിരമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ വെള്ളാപ്പള്ളി സാർ എനിക്ക് തന്നതാണ്. പക്ഷേ അന്ന് പറഞ്ഞ പോലെയല്ല ഇപ്പം പറയുന്നത്. സ്വാമി സംതൃപ്തിയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ മോതിരം ഊരി കൊടുത്തിട്ട് ഇറങ്ങി വഴുതു എന്ന് പറഞ്ഞു വന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി എന്ന് പറയുകയും പിന്നെ ആളിനെ കണ്ടില്ല എന്ന് പറയുകയും ചെയ്യുമ്പം ദുരൂഹതയുണ്ട്. അന്ന് പറഞ്ഞ കണക്കല്ല ഇപ്പോൾ പറയുന്നത്. അന്തരിച്ച സ്വാമി സമ്പൂർണ്ണാനന്ദയുടെ പക്കൽ നിന്നടക്കം നിരവധി സ്വാമിമാരിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നും തിരിച്ചു നൽകാതെ വഞ്ചിച്ചിരുന്നതായും ഭാര്യ മുന്നിയും സാക്ഷ്യപ്പെടുത്തുന്നു. സ്വാമിമാർക്ക് കിട്ടുന്ന ദക്ഷിണകളും സംഭാവനകളും എല്ലാം ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലാണ് കൊടുക്കുന്നതെന്നാണ് സമ്പൂർണ്ണാനന്ദ സ്വാമി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സ്വാമിക്ക് ഈ പൈസയ്ക്ക് പകരം കൊടുക്കുന്നത് ആപ്പിള് മുന്തിരിങ്ങയൊക്കെയാണ് കൊണ്ടുകൊടുക്കുന്നത്. ഭയം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സ്വാമിമാർ പുറത്തു പറയാത്തതെന്നും SNDP പ്രവർത്തകർ കൂടിയായ ഇരുവരും അഭിപ്രായപ്പെടുന്നു. ശാശ്വതികാനന്ദയുടെ മരണവുമായും വെള്ളാപ്പള്ളി നടേശന്റെ സാമ്പത്തിക ഇടപാടുകളുമായും ബന്ധപ്പെട്ട് നിരന്തരം പുതിയ വെളിപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ഉയരുമ്പോഴും ശക്തമായ അന്വേഷണം നടത്താൻ സർക്കാർ മടിക്കുന്നത് ദുരൂഹമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സർക്കാർ സ്ഥാപനങ്ങളുടെ മുദ്ര ഉപയോഗിച്ച് ആളുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയയാളെ അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി സ്വദേശി ജോസ് കുര്യൻ തോമസാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന്റെ പിടിയിലായത്. വാഹനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 300-ലേറെ പേരിൽ നിന്ന് 2 കോടിയിലേറെ വാങ്ങിയെടുത്തതാണ് കേസ്. പ്രമുഖ വാഹന വിതരണ കമ്പനിയുടെ പേരിലായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത്. സാധാരണക്കാരും ഡ്രൈവിംഗ് ജോലി നടത്തിയവരെയുമാണ് തട്ടിപ്പിന് ഇരയാക്കിയത്. കേരള പീപ്പിൾ ഫോറം എന്ന കമ്പനിയുടെ പേരിൽ സർക്കാർ സ്ഥാപനങ്ങളുടെ ചിഹ്നം ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് വ്യക്തമാകുന്നു. 40-ലേറെ ആളുകളിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. ഓൺലൈൻ പെൺവാണിഭ സംഘത്തിന്റെ കയ്യിൽ നടിമാരുടെ നമ്പരുകൾ. സംഘത്തിന്റെ മുഖ്യ തലവൻ ഉണ്ണികൃഷ്ണന്റെ ഫോണിലാണ് സിനിമയിലെ എക്സ്ട്രാ നടിമാരുടെയും
സീരിയൽ താരങ്ങളുടെയും മോഡലിംഗ് താരങ്ങളുടെയും നമ്പറുകൾ ഉള്ളത്. പെൺവാണിഭ സംഘത്തിന്റെ ഇടപാടുകൾക്കായി ഉപയോഗിച്ച കാറിൽ നിന്ന് മെത്തയും തലയിണയും പിടികൂടി. അന്വേഷണം ഏജന്റുമാരിൽ ഒതുക്കാനാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം.